പറയുന്ന വ്യക്തിയെ എനിക്കറിയില്ല, ഈ വ്യക്തിയെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഒരുപാട് ആൾക്കാർ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഓരോ വ്യക്തികളുടെ മരണം എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മൾ ജനിച്ച ഒരു ദിവസം പോകല്ലേ. പക്ഷെ ഒരാളുടെ മരണത്തിൽ ഒരുപാട് പേര് വിഷമിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് പേര് കമന്റുകളിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നവരും അദ്ദേഹത്തിന് അറിയുന്നവർ ഒരുപാട് പേര് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഇദ്ദേഹം മരിച്ചു എന്ന് ചോദിച്ചപ്പോൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് നിലവിൽ അറിയുന്നത്. സോ എന്ത് കാരണം കൊണ്ടെന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് ഒന്നേറെ വിഷമമായി പോയത്. ഇതിന്റെ വിവാഹം കഴിഞ്ഞ് ഏകദേശം 2 വർഷമായപ്പോഴേക്ക് വൈഫ് വിദേശത്തേക്ക് പോയി. അവിടെ ജോലി ചെയ്യുന്നു. 8 വർഷമായിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്നു. അപ്പൊ കുട്ടിയുണ്ട്. അപ്പൊ കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ കുട്ടിയെ നോക്കുന്നത് ഈ ചേട്ടനാണ്. അപ്പോൾ വിദേശത്ത് പോയി, അതിനുശേഷം വിദേശത്താണ് വൈഫ് ജോലി ചെയ്യുന്നത്. അവിടെ വെച്ച് വേറൊരാളെ ഇഷ്ടപ്പെട്ട് വേറൊരാളെ കൂടെ അങ്ങ് ഇതായി. പക്ഷെ കഴിഞ്ഞ 8 വർഷമായിട്ട് ആ കുട്ടീനെ ഈ ചേട്ടൻ നോക്കി. അവസാനം ആ പെണ്ണ് കുട്ടീനെയും കൂടി വേണമെന്ന് പറഞ്ഞു. കേസ് കൊടുത്ത് കോടതിയിൽ പോയി ആ കുട്ടീനെയും കൂടി അവർ കൊണ്ടുപോയി. അത് സ്വന്തം ഭാര്യ മറ്റൊരുത്തന്റെ കൂടെ പോയതും താൻ കഴിയാതിന് അപ്പുറത്തേക്ക് തന്റെ ഇത്രയും ഒപ്പമുള്ള കുട്ടീനെയും കൂടി ആ പെണ്ണ് കൊണ്ടുപോയപ്പോൾ താൻ കഴിയാണ്ട് ഇയാൾ ആത്മഹത്യ ചെയ്തു. ഇന്നലെ വരെ കണ്ട മുഖം ഇന്നില്ല. ഇന്നലെ വരെ ചിരിച്ച മുഖം ഇന്നില്ല. ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഉള്ളിലൊതുക്കി അദ്ദേഹം ഒരു ബസ്സിലെ ഒരുപാട് യാത്രക്കാരൊപ്പം ഓരോ ദിവസവും യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, ആത്മഹത്യ ചെയ്തു. ഞാൻ പറയുന്നത് എനിക്ക് നേരിട്ട് അറിയില്ല, കണ്ടിട്ടില്ല. ഇതിന്റെ മരണ വാർത്തകൾ ഒരുപാട് ചാനലിൽ വന്ന സമയത്ത്, ഓൺലൈനിൽ വന്ന സമയത്ത് ഒന്ന് അറിയാൻ കഴിഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ. എന്തായാലും ആ പെണ്ണ് നന്നായിരിക്കട്ടെ, നന്നായി ജീവിക്കട്ടെ ആ കുടുംബമായിട്ട്. നമ്മളൊരിക്കലും ഒരാൾ ഇല്ലാണ്ടാവണമെന്നും ആഗ്രഹിക്കുന്നുണ്ടെന്ന് എല്ലാം അല്ലേ. നല്ലതേ വരും.